ക്ഷേത്ര ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണപ്പാളിയോ അതോ ചെമ്പിൽ സ്വർണം പൂശിയ മുക്കുവണ്ണപ്പാളിയോ? ശബരിമലയിലെ ഞെട്ടിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ 2 മാസമായി മാതൃഭൂമി ന്യൂസ് നിർണായക വിവരങ്ങളാണ് പുറത്തുവിട്ടത്. ശബരിമലയിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ നിർണായകമായതും മാതൃഭൂമിയും മാതൃഭൂമി ന്യൂസുമാണ്. ദ്വാരപാലക ശില്പത്തിലേത് ചെമ്പല്ല തനിത്തങ്കമെന്ന് തെളിയിച്ചത് മാതൃഭൂമി ന്യൂസ് വാർത്തകൾ. ചെമ്പ് മാറി സ്വർണ്ണസത്യം തെളിയും വരെ മാതൃഭൂമി ന്യൂസ് പിന്നാലെ ഉണ്ടാകും. മാതൃഭൂമി പത്രത്തിലെ വാർത്തകളും ചിത്രങ്ങളും ആധാരമാക്കി നിരന്തരം തെളിവുകൾ പുറത്തുവിട്ടു മാതൃഭൂമി ന്യൂസ്. മല്യ സമർപ്പിച്ച സ്വർണം ചെമ്പായി മാറിയോ അതോ ദേവസ്വം ബോർഡ് ചെമ്പാക്കിയോ? അയ്യപ്പ ഭക്തർക്ക് ഇനിയുള്ള മണിക്കൂറുകൾ ആകാംക്ഷ നിറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന SIT അഭിനന്ദനം അറിയിക്കുന്നു. കോടതിയുടെ ശക്തമായ ഇടപെടലുകൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ വെളിയിൽ വന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. SITയുടെ അന്വേഷണത്തിൽ ആ ഉന്നതന്മാരാരാണെന്നും കൂടെ പൊതുജന സമക്ഷം അറിയേണ്ടതായിട്ടുണ്ട്. ഇത്രയും നികൃഷ്ടമായിട്ടുള്ള രീതിയിൽ അയ്യപ്പൻ്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ച ഈ പരമദ്രോഹികളെ എത്രയും പെട്ടെന്ന് ജയിലിലടയ്ക്കണം. ഈ കൊള്ളയിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് വേലി തന്നെ വിളവ് തിന്നുക, കാവൽക്കാരൻ തന്നെ മോഷ്ടിക്കുക. ആരാണ് സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ വില്ലന്മാർ? കൊള്ളയടിക്കപ്പെട്ട സ്വർണ്ണ ഉരുപ്പടികൾ എന്തു ചെയ്തു? അന്താരാഷ്ട്ര കള്ളക്കടത്തുകാർക്ക് പങ്കുണ്ടോ? അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറിലും ഒതുങ്ങുമോ അന്വേഷണം? പത്മകുമാറിന് മുകളിൽ രാഷ്ട്രീയ നേതാക്കളുണ്ടോ കേസിൽ? അതോ ദേവതുല്യരുടെ പങ്കുണ്ടോ? എല്ലാത്തിനും മറുപടി നാളെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നിന്നറിയാം. അഴിച്ചെടുത്ത സാധനത്തിന് എന്ത് സംഭവിച്ചു? ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ കൊണ്ടുപോയിരിക്കുന്നത് ബംഗളൂരുവിലേക്കാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.